തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വ്യാപകമായി പരാതികൾ വീണ്ടും ഉയർന്നു വരികയാണ്. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. നടത്തറയിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 5 വോട്ട് മാത്രമുണ്ടായിരുന്ന ഒരു വീട്ടിൽ പുതിയ കരട് പട്ടിക അനുസരിച്ച് 113 വോട്ടുകളുണ്ട് എന്നതാണ് ആരോപണം. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ഈ ആരോപണം ഉന്നയിക്കുകയും കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ 1, 2 അല്ലെങ്കിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം മാറി മറിയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അനുകൂലമായൊരു സമയമാണ്. തൃശ്ശൂരിൽ BJP ചെയ്തതിന് സമാനമായി ഇത്തരത്തിൽ ചേർത്തിയാൽ ആ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചടക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട്. തൃശൂരിലെ പരാതികൾ അത് BJPക്കെതിരെയായിരുന്നു. ആരോപണങ്ങൾ BJPക്ക് എതിരെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടു, ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണത്തിന് പിന്നാലെയാണിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ട് എന്ന ആരോപണം വരുന്നത്. CPM-നെതിരെയും ആരോപണം ഉയർന്നു വരികയാണ്. MS ലിഷോയ് നമുക്ക് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, ഒരു വീട്ടിൽ 5 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ എങ്ങനെയാണ് 113 പേർ ഇടം പിടിക്കുക, വോട്ടുണ്ടാവുക അവർക്ക്? അതെ, അത് എങ്ങനെ സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു ഉത്തരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സോഫ്റ്റ്വെയറിൽ, ഇപ്പോഴുള്ള സോഫ്റ്റ്വെയറിൽ അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഞാനോ രതീഷോ ഇപ്പോൾ ഒരു സ്ഥലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായി നൽകുന്നു. അങ്ങനെ പേര് ചേർക്കാനായി നൽകുമ്പോൾ നേരത്തെ EROമാർക്ക് നമ്മുടെ ഇലക്ട്രൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് എവിടെയാണ് മുൻപ് വോട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ അറിയുകയാണെങ്കിൽ മുൻപത്തെ വോട്ട് അവിടെ ഡിലീഷൻ കൊടുത്തതിന് ശേഷം പുതിയ സ്ഥലത്ത് ചേർക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അറിയുന്നില്ല. നമുക്ക് എവിടെയൊക്കെ മുൻപ് വോട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ യാതൊരു വിധത്തിലും വിവരം ആ സോഫ്റ്റ്വെയറിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനുവലായി തന്നെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം. പക്ഷേ അത് പ്രായോഗികമായ ഒരു കാര്യമല്ല താനും. അതുകൊണ്ട് തന്നെ ഒരിടത്ത് വോട്ട് ചേർക്കുമ്പോൾ അയാൾക്ക് മറ്റൊരിടത്ത് വോട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഈ സോഫ്റ്റ്വെയർ മുഖേന കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു കാര്യം നടന്നത് മൂലം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർക്കാൻ സാധ്യതയുണ്ട്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ വോട്ട് ചേർക്കുകയാണെങ്കിൽ നേരിയ ഒരു സീറ്റിൻ്റെ ബലത്തിലും അതുപോലെ തന്നെ നേരിയ വോട്ടിൻ്റെ പിൻബലത്തിലുമൊക്കെ തന്നെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിജയം നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ ചേർക്കുന്നത് വഴി വലിയ തോതിൽ അവിടുത്തെ വിധി അത് മാറിമറിയാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിൽ നിർണായക സ്വാധീനം ചെലുത്താനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. നടത്തറയുടെ കാര്യം തന്നെ, ഒരു വീട്ടിൽ എങ്ങനെ 113 വോട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും തന്നെ ഉത്തരമില്ല. ഇത് ആര് ചേർത്തു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഒന്നും തന്നെ പറയുന്നില്ല, അങ്ങനെ ഒരു ആരോപണമൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉത്തരം വേണം. അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷനും കളക്ടർക്കും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.